സാമൂഹ്യ പെൻഷൻ മാത്രം ഉപജീവന മാർഗമായ ഒട്ടേറെ കുടുംബങ്ങൾ സംസ്ഥാനത്തുണ്ട്. അത്തരത്തിലൊരു കുടുംബത്തെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. വർക്കല മണമ്പൂരിലെ പ്രഭാകരൻ്റെ കുടുംബമാണ് പരിചയപ്പെടുത്തുന്നത്. കുടുംബത്തിൽ 3 പേർക്കാണ് സാമൂഹ്യ പെൻഷനുള്ളത്. പെൻഷൻ മുടങ്ങിയതോടെ ഇവരുടെ ജീവിതം താളം തെറ്റാൻ തുടങ്ങിയിരിക്കുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ ആശ്വാസമാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ. ആറ്റിങ്ങൽ മണമ്പൂരിനടുത്തെ ഒരു കുടുംബത്തിലെ 3 ജീവിതങ്ങളാണ് പെൻഷനായി കാത്തിരിക്കുന്നത്. കഴിഞ്ഞ 5 മാസമായി പെൻഷൻ മുടങ്ങിയതോടെ അവരുടെ ജീവിതത്തിൻ്റെ താളം തെറ്റിയിരിക്കുകയാണ്. മാനസിക വെല്ലുവിളി നേരിടുന്ന 3 കുട്ടികളുമായി എന്തു ചെയ്യണമെന്നറിയാതെ കുഴങ്ങുകയാണ് കുടുംബം. ആ 5 അംഗ കുടുംബത്തിൻ്റെ ജീവിതത്തിലേക്ക് ക്യാമറ തിരിക്കുകയാണ്. പ്രഭാകരനും പെൺമക്കളും ഭാര്യ അനിതയും ചേർന്നതാണ് മണമ്പൂരിലെ മുളയിൽ കോണത്ത് വീട്. പ്രഭാകരന്റെ ചെറിയ ജോലിയാണ് ആ വലിയ ദളിത് കുടുംബത്തിന്റെ ആശ്വാസം. കൂടാതെ മാനസിക വെല്ലുവിളി നേരിടുന്ന 3 പെൺകുട്ടികൾക്ക് ലഭിക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനും. ആ ചെറിയ വരുമാനത്തിലാണ് നിത്യച്ചെലവുകളും പെൺകുട്ടികളുടെ ചികിത്സയും മറ്റും നടക്കുന്നത്. പെൻഷൻ ഇല്ലാതായതോടെ കുടുംബം തീർത്തും ദുരിതക്കയത്തിൽ. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ പൊറുതിമുട്ടുന്ന പ്രഭാകരന് പഴയ പോലെ കൂലിവേലയ്ക്ക് പോകാനാകുന്നില്ല. വളരെ ബുദ്ധിമുട്ടിലാണ്. കാരണം അവൾ ഒരു ജോലിക്കും പോകുന്നില്ല, എൻ്റെ ഭാര്യ ജോലിക്ക് പോകുന്നില്ല. എനിക്ക് എന്നോട് നമുക്ക് ഇപ്പോഴത്തെ കാലാവസ്ഥ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇപ്പോഴും പണി കുറവാണ്. അതുകൊണ്ട് നമ്മളെ ജീവിതം ഒത്തിരി ബുദ്ധിമുട്ടിലാണ്. ഓരോരുത്തരും കടം മറിച്ചെങ്കിലും ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ജീവിതം പോകുന്നത്. മാനസിക വെല്ലുവിളി നേരിടുന്ന 3 പെൺകുട്ടികളെ തനിച്ചാക്കി അമ്മയ്ക്കും ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. എൻ്റെ ജീവിതം വരെ ഇങ്ങനെ ഞാൻ നോക്കും. അത് കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പോയി ജോലി ചെയ്തുകൊണ്ട് വരാൻ എന്നെ കൊണ്ട് പറ്റിയത്. ഇവരെ ചേട്ടനും നല്ല ഇതാണെങ്കിൽ ഞാൻ എവിടെ വേണോ ജോലിക്ക് പോയി എന്ത് ജോലി വേണോ ചെയ്തു വന്നു കൊച്ചുങ്ങളെ നോക്കാൻ എനിക്ക് അവരെ പോയിക്കിട്ട് വേറെ ഒന്നുമില്ല. എവിടെ പോയാലും ഞാൻ ഓടി വരും. എൻ്റെ കൊച്ചുങ്ങൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞ് എല്ലാം ഞാൻ തന്നെ ചെയ്യണം. അവർക്ക് പല്ല് ഏൽപ്പിക്കണം, നാക്ക് ഓടിപ്പിക്കണം, തുണി കഴുകണം, തുണി മാറണം, സർവ്വത്തിനും 3 പേർക്കും ഞാൻ തന്നെ ചെയ്യണം. 3-4 മാസമായാലും ഇപ്പൊ പെൻഷൻ വന്നിട്ട് തന്നെ. പഞ്ചായത്തിന്റെയും നാട്ടുകാരുടെയും സഹായത്തോടെയാണ് ഇപ്പോൾ നിത്യച്ചെലവുകൾ. 36, 33, 30 വയസ്സുള്ള കുട്ടികളാണ്. അവരോടൊപ്പം എല്ലായ്പ്പോഴും ഈ അമ്മയ്ക്ക് കൂടെ നിന്നേ മതിയാവൂ. അതുകൊണ്ട് തന്നെ മറ്റൊരു ജോലിക്കും പോകാനും കഴിയില്ല. ഇപ്പോൾ അവരുടെ ലൈഫ് എന്ന് പറയുന്ന വല്ലാത്ത ദുരിതം തന്നെയാണ്. മറ്റൊന്നുമല്ല ഇവരുടെ ആവശ്യം, അസുഖബാധിതരായ പെൺമക്കളെ നോക്കാനുള്ള സാഹചര്യമാണ്. ഇതുപോലെ ഒരുപാട് ജീവിതങ്ങളുണ്ട് സംസ്ഥാനത്ത്. പെൻഷൻ ആശ്വാസമാകുന്നവർ. അവർക്ക് പ്രതിഷേധിക്കാനോ പ്രതികരിക്കാനോ അറിയില്ല. ഇന്നല്ലെങ്കിൽ നാളെ പെൻഷൻ കിട്ടുമെന്ന പ്രതീക്ഷയോടെ ജീവിതം തള്ളി നീക്കുകയാണ്. രാഹുലിനും സജീവനുമൊപ്പം ഹരികൃഷ്ണൻ, 24, തിരുവനന്തപുരം.